കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേത് സ്കിപ്പ് ചെയ്ത് പോകും. ഞാൻ സീരിയസ്ലി പറയാം, ശിവപാർവതി ഈ ഫോൺ ആര് യൂസ് ചെയ്താണ് ഈ കമൻ്റ് ഇട്ടത് എന്നെനിക്കറിയില്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കുഞ്ഞ് വയറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഈ കമൻ്റ് ഇട്ട ആള് അതാരാണെങ്കിലും. ഹായ് ഫ്രണ്ട്സ്, അഭിശ്രീ എന്ന് പറയുന്ന അഭിലാഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം. ടിക്ടോക്കിലൂടെയും നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസിലൂടെയും കുറച്ച് ആൾക്കാർക്കും കൂടി സുപരിചിതമായിരിക്കാം. അപ്പോൾ ആളുടെ വൈഫ് പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ് ആയതുകൊണ്ട് അവർ വയറ് കാണിക്കലായിട്ട് ഒരു പോസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ അടിയിൽ കുറേ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവരിങ്ങനെ നടന്നിട്ടില്ലല്ലോ, ഇവരിങ്ങനത്തെ വസ്ത്രങ്ങൾ ഇട്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാശ്ചാത്യ രാജ്യത്തുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പൊ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുന്നത്, വയറ് കാണിക്കൽ. അത് സെലിബ്രിറ്റീസ് അല്ലാത്ത ആൾക്കാരും ഇങ്ങനെ വയറ് കാണിക്കലായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് സ്വാഭാവികമാണ്. ചില ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. കാരണം വെച്ചാൽ ഒരു മാതൃത്വം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കേണ്ടതല്ല എന്നുള്ള ചിന്താഗതി പലർക്കും ഉണ്ട്. അപ്പോൾ അവർ അങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഓർമ്മയ്ക്ക്, അവരുടെ ഒരു ഇമോഷൻസ്, അവരുടെ ഇനി എന്താ പറയാ, അവരുടെ മെമ്മറി, അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. വേറൊന്നുമില്ല, അതിൽ വയറിങ്ങനെ കാണിച്ചു, നിങ്ങൾ അങ്ങനെ കാണിച്ചത് എന്തിനൊക്കെ ഉള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പല രീതിയിൽ കമന്റ്സ് ഇടും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇതിൽ അവർക്ക് ഇട്ട ഒരു കമന്റ്സ് വലിയൊരു കമന്റ്സ് ആയിരുന്നു. ആ ഒരു കമന്റ് ആണ് കമന്റ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു അഭിലാഷ് ബിഗ് ബോസിൽ പോയ സമയത്ത് എന്തുവാണ് ആള് പ്രഗ്നന്റ് ആയിരുന്നത്. അപ്പോൾ ഒരു ശിവപാർവതി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് പറയാണ്, അഭിലാഷ് തന്നെയാണോ ഈ കുഞ്ഞിന്റെ തന്ത എന്നുള്ളൊരു രീതിയിൽ മോശമായിട്ടുള്ള ഒരു പ്രസ്താവന അവിടെ ഇടുകയുണ്ടായി കമന്റ് ആയിട്ട്. അപ്പൊ ഇത് എന്തായാലും വായിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഇമോഷൻസ് ആവും. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരാള് നമ്മുടെ കുഞ്ഞിനെ വരെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. അതും ആ കുഞ്ഞ് വയറിനുള്ളിൽ കിടക്കുന്നതേ ഉള്ളൂ. ആ ഒരു സമയത്ത് അവരിങ്ങനെ പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും കേട്ടോണ്ടിരിക്കോ? എന്തായാലും അതിന് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അഭിലാഷും വൈഫും വന്നിട്ട് പ്രതികരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു കുട്ടി ഡെലിവറി ആകാൻ പോവാണ്. ആ ഒരു സമയത്ത് നല്ല നല്ല കമന്റ്സുകൾ കിട്ടിയാൽ അത്രയും നന്നായിരിക്കും. കാരണം ഇതുപോലെയുള്ള കമന്റ്സുകൾ അവരുടെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യും, അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും ശിവപാർവതിക്ക് നല്ലൊരു മറുപടി ആയിട്ടാണ് അഭിലാഷ് വന്നിട്ടുള്ളത്. ആ ഒരു മറുപടി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കാണ്ടിരിക്കുക. കാരണം വെച്ചാൽ അതിൽ കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് നിങ്ങൾ കേൾക്കാണ്ടിരുന്നാൽ അത്രയും നന്നായിരിക്കും. അപ്പൊ എന്ന് നമുക്ക് ആ ഒരു വീഡിയോ ആദ്യം കണ്ടിട്ട് വരാം. ഇതാണ് ഈ കമന്റ് ഇട്ടത് എന്നെനിക്കറിയില്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കുഞ്ഞ് വയറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഈ കമന്റ് ഇട്ട ആള് അതാരാണെങ്കിലും അവർക്കെതിരെ ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. എന്റെ പിതൃത്വത്തെയും ഇവളുടെ മാതൃത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു കമന്റ് ഇട്ടത്, അല്ലെങ്കിൽ മോൻ കമന്റ് ഇട്ടത്. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ ഈ ഡെലിവറി കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. ഇത് തന്നെയായിരിക്കും നിന്റെ അമ്മയോടും നിനക്ക് തോന്നുന്നത്. എന്താ ഇപ്പൊ അവരെ ഒന്ന് സാരി ഉടുത്തോണ്ട് നിൽക്കുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ വയറൊന്ന് ജസ്റ്റ് സൈഡ് കണ്ടാലോ നിനക്ക് ഫീൽ ചെയ്യുന്ന ഇതായിരിക്കും. അവരടുത്ത് നീ പോയി പറയുമോ? അപ്പോ ഇതൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. പൊതുവേ എല്ലാ ആൾക്കാരും ഒരേ ചിന്താഗതിയുള്ള ആൾക്കാരല്ല. പക്ഷേ ഈ ശിവപാർവതി പറഞ്ഞ കമന്റ് കുറച്ച് കടുപ്പമായിപ്പോയി. അത് ഏതൊരു അമ്മയ്ക്കും ഏതൊരു പ്രസവിക്കാൻ പോകുന്ന ഒരു സ്ത്രീകൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് അഭിലാഷ് അതിനെ പ്രതികരിച്ചു. അതിന് നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ കുറെ ഫേക്ക് ഐഡികളുണ്ട് ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ. ഇതുപോലെയുള്ള നല്ല വീഡിയോസ് ഇട്ടാൽ അതിന് ബാഡ് കമന്റും, ചീത്ത വീഡിയോസ് ഇട്ടാൽ വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന രീതിയിലുള്ള കമന്റ്സുകളാണ് ഈ ഫേക്ക് ഐഡികൾ ഇടുന്നത്. എന്താണെന്ന് അറിയത്തില്ല, അത് അവരുടെ സംസ്കാരമായിരിക്കാം. അപ്പൊ ആ ഒരു ശിവപാർവതിക്ക് കൊടുത്തൊരു കമന്റിന് റിപ്ലൈ ആണ് കേട്ടോ. ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു. നിനക്കൊക്കെ നാണമുണ്ടോ? ഭാര്യയും ഭർത്താവും കൂടെ തുള്ളി ജീവിക്കുന്നു ബാക്കി വെച്ചിട്ട് അവളെ ഇപ്പൊ ഞാനല്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് മദർ ആവുന്നത്. വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഞാനാണോ ഡിസൈഡ് ചെയ്യേണ്ടത് ഇവൾ എന്ത് ഡ്രസ്സ് ഇടണോന്ന്? ഇവളാണ് രേണുസുതിയെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് രേണു ചേച്ചിയുടെ ചില അഭിപ്രായങ്ങളോട് അവള് പോക്ക് കേസ് ഇന്ന് ഒരു 10 വയസ്സുള്ള കുഞ്ഞു മുതൽ 60 വയസ്സുള്ള ആ മുത്തശ്ശി വരെ ഇത്രയും ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും ഞാൻ തെറി വിളിക്കുന്നത്. അതിന് കാരണം ഈ കാര്യം എന്തായാലും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കുഞ്ഞ് പുറത്തു വരട്ടെ. കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷമാണ് ഈ ശിവപാർവതിക്കുള്ള കാര്യം കൊടുക്കുക. അതായത് കുഞ്ഞിന്റെ തന്തയെ വരെ സംശയിക്കുന്ന രീതിയിലുള്ള ഒരു കമന്റും, അത് എത്രയോ വളരെ മോശപ്പെട്ട ഒരു കമന്റ് ആണെന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഒരിക്കലും ആ ഒരു പെൺകുട്ടി പ്രസവിക്കാനുള്ള ഒരു ടൈമാണ്. ആ ഒരു ടൈമില് ആ കമന്റ് വീഡിയോയുടെ കമന്റിൽ വന്നിട്ട് ഇങ്ങനെ ഇടുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റ് അടിച്ച് നിങ്ങൾക്ക് പോവാം, നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ.
ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് പോവുക. അല്ലാണ്ട് മറ്റുള്ളവരിങ്ങനെ ഇമോഷൻസ് മുതലെടുത്തിട്ട് അതുപോലെയുള്ള കമന്റ്സുകൾ ഇടുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം നിങ്ങൾക്ക് അങ്ങ് പോവാ. ഇപ്പൊ ഞാൻ തന്നെ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ നല്ല വീഡിയോസ് ഇന്നാണെങ്കിൽ പോലും അതിന്റെ അടിയിൽ വന്നിട്ട് നമ്മള് ഈ മോശമായിട്ടുള്ള രീതിയിൽ ബോഡി ഷേമിങ് നടത്തുന്ന കുറെ കമന്റ്സുകൾ കാണാറുണ്ട്. കുഞ്ഞിനെ വരെ പറയുന്ന 1.5 വയസ്സായ 2 വയസ്സായ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത കുറെ ഫേക്ക് കോളുകളുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. അത് എനിക്ക് വേണ്ട, എനിക്കതിന് ഇഷ്ടമല്ല. ബിഗ് ബോസിൽ പോയി എന്ന് പറഞ്ഞ മറ്റേ അവനാക്കി എന്നെ എടുക്കണ്ട, എനിക്ക് അതിന്റെ താല്പര്യമില്ല. പിന്നെ മുഖത്ത് നോക്കി വരുത്ത ഞൊണ്ടിക്കാലെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രതികരിക്കും. അതിന് എനിക്ക് അതിന്റെ പേരിലൊക്കെ നീയൊക്കെ മിണ്ടാതെങ്ങ് പോവും എന്നുള്ള വിചാരം വേണ്ട. ഇത് ഭർത്താവ് ബിഗ് ബോസിൽ പോയപ്പോൾ ഭാര്യ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞ ഈ അവനോ അവളോ ഞാൻ തരും. ഈ ഒരു വീഡിയോ കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മളെ ഇട്ടിട്ട് പോകാനും ചിലപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാനും ഒക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി മോശം ആൾക്കാരാണ്, നല്ലവരല്ല. ഞാൻ പറയുന്ന കാര്യം അവരുടെ സംസ്കാരം അതാണ്. അവർ പറഞ്ഞതിനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എന്തായാലും ഈ ഒരു ശിവപാർവതിക്ക് നല്ലൊരു ഗിഫ്റ്റാണ് ഇനി കിട്ടാൻ പോകുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നു, ആവശ്യത്തിന് വേണം. എല്ലാ കാര്യങ്ങളും ആവശ്യത്തിന് വേണം. നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊരു വാക്ക് മറ്റുള്ളവർക്ക് അത് എത്രത്തോളം എഫക്ട് ചെയ്യുമെന്ന് അതാദ്യം മനസ്സിലാക്കിയിട്ടാണ് ഓരോ കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ട്. പല ആൾക്കാരും ഇവരിപ്പോ ഇത് പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ ഒരു കമന്റ് ഇടും. അപ്പൊ ഇനി ചിലപ്പോൾ എന്തായാലും പേടിക്കുമായിരിക്കാം. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ പേടിക്കുമായിരിക്കാം. ഇനി ജന്മത്തിൽ ഇങ്ങനത്തെ ഒരു കമന്റ്സ് ആർക്കും ഇടാൻ വേണ്ടി ശ്രമിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും ഇനിയിപ്പോ ഇത് പ്രതികരിച്ച രീതി ഭയങ്കര വൾഗറായി പോയി എന്നൊക്കെ ഉള്ള രീതിയിൽ തോന്നുന്നവർക്കാണെങ്കിലും ഈ ഒരു കമന്റ് വായിച്ചിട്ട് നമ്മൾ ഇനിയും വരട്ടെ എന്നിട്ട് കൊടുക്കാന്ന് പറഞ്ഞാലേ അത് നമ്മൾ വെച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ മറുപടി കൊടുത്താൽ അത് അപ്പം തന്നെ കൊടുക്കുക. അതോടെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവുകയാണ്. ഇതില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നമുക്ക് ടെൻഷനാണ്, ഇതിന് റിപ്ലൈ കൊടുത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ടെൻഷൻ വരും. അതിനെക്കാട്ടിലും നല്ലത് അവർ റിപ്ലൈ കൊടുത്തിട്ട് മനസ്സമാധാനത്തോടെ ഇരിക്കുന്നില്ല നല്ലത്. അവർക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടും. ഈ പറഞ്ഞവർക്കും ഇച്ചിരി ആശ്വാസം കൂടുതൽ കിട്ടും. അതിൽ നല്ലത്. എന്തായാലും ശിവപാർവതിക്കുള്ളത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയെങ്കിലും ഫേക്ക് ഐഡിയകളൊക്കെ വന്നിട്ട് കമന്റ്സ് ഇടുമ്പോൾ സൂക്ഷിച്ച് ആൾക്കാരെ മനസ്സിലാക്കി കമന്റ് ഇടുക. അതായിരിക്കും നല്ലത്. എന്തായാലും ഇതൊരിക്കലും ആ പറഞ്ഞ വാക്ക് ഒരിക്കലും കൊച്ചിന്റെ തന്ത ആരി എന്നുള്ള രീതിയിൽ ഇമോഷൻസ് മുതലെടുത്തിടുന്ന ഒരു കമന്റ്സ് ഉണ്ടല്ലോ, ഒരിക്കലും ഞാനും പറയും. അങ്ങനെ പറയാനേ പാടില്ല. മറ്റുള്ളവരുടെ മനസ്സിന് അത് എത്രത്തോളം അഫക്റ്റ് ചെയ്യുമെന്ന് അതാദ്യം മനസ്സിലാക്കിയിട്ടാണ് ഓരോ കമന്റ്സ് ഇടാൻ. എന്തായാലും ഇതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം മോശം കമന്റ്സുകളാണ് ഇതൊക്കെ, ഒരിക്കലും ചെയ്യാൻ പാടില്ല, മോശമാണ്. ഇതൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം ഒരുപാട് ബാഡ് വാക്ക് വന്നാൽ നമുക്ക് അത് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ഇൻസ്റ്റയിൽ തന്നെ ഉണ്ട്, നിങ്ങൾ പോയി മുഴുവനായിട്ട് കണ്ടാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. തെറ്റാ.